കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. കിഷ്കിന്ധാകാന്ഡം 8-ാം സർഗം. നമ്മൾ 17-ാമത്തെ ശ്ലോകം. വലിയ തത്വങ്ങളാണല്ലോ പറയണത്. ജന്മാദി വികാരങ്ങളൊന്നും ഇല്ലാതെ ജ്ഞാനാനന്ദ സ്വരൂപനാണ് വെച്ചാലും ആത്മാവിന് ഈ ശരിക്കും അങ്ങനെയാണ്, ജ്ഞാനാനന്ദ സ്വരൂപനാണ് ആത്മാവ്. പക്ഷേ ഈ മിഥ്യാരൂപത്തിലുള്ള അഹങ്കാരം താതാത്മ്യം കാരണം, അഹങ്കാരമായിട്ടുള്ള താതാത്മ്യം കാരണം എപ്പോഴും ഞാൻ ദേഹമാണെന്നും ഞാൻ കർമ്മം ചെയ്യണു, ഞാൻ കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കുന്നു, അതായത് കർത്തൃത്വവും ഭോക്തൃത്വവും, അതായത് ഐ ആം ദ ഡൂവർ, ഐ ആം ദ എൻജോയർ എന്നുള്ള വിചാരം ദേഹാഭിമാനം കൊണ്ടുണ്ടാവണതാണ്. അപ്പോൾ എന്നാൽ യഥാർത്ഥത്തിൽ ദേഹാതീതനും അകർത്താവുമാണ് അല്ലേ? നമ്മളല്ല ചെയ്യണ, ജീവൻ ഇങ്ങനെ കർമ്മങ്ങൾ ഞാനാണ് ചെയ്യണ എന്നുള്ള ഭാവത്തിൽ ചെയ്യണു. അപ്പോൾ കർമ്മബന്ധനം ഉണ്ടാവുകയും ചെയ്യണു. അതുകൊണ്ട് അവശനായിട്ട് പുണ്യപാപ കർമ്മഫലങ്ങളെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് പല 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 ജന്മങ്ങൾ എടുക്കണു, പല യോനികളിൽ പോയി ജനിക്കുന്നു. മനുഷ്യനായിട്ടും മൃഗമായിട്ടും ദേവന്മാരായിട്ടും ഒക്കെ വൃക്ഷമായിട്ടും ഒക്കെ. അതാ പറഞ്ഞാൽ നിർത്തിയത്. 18 കൃതം മയാധികം പുണ്യം യജ്ഞദാനാദി നിശ്ചിതം സ്വർഗം ഗത്വാ സുഖം ഭോക്ഷ്യേ ഇതി സങ്കൽപ്പവാൻ ഭവേത്. യജ്ഞദാനാദി അധികം പുണ്യം, യജ്ഞം ദാനം മുതലായ വളരെ പുണ്യമുള്ള, അതായത് ഞാൻ പല യജ്ഞങ്ങളൊക്കെ ചെയ്തു നിശ്ചയം. സ്വർഗം ഗത്വ, എന്നിട്ട് സ്വർഗത്ത് പോയാൽ സുഖം ഭോക്ഷ്യ, ആ സുഖമൊക്കെ നമുക്ക് അനുഭവിക്കാനും പറ്റും. ഇത് സങ്കല്പവാൻ ഭവത്, എന്ന് സങ്കല്പമുള്ളവനായി ഭവിക്കും. എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ യാഗം, ദാനം, പിന്നെ പുണ്യകർമ്മമൊക്കെ ഞാൻ കുറേ ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഫലമായിട്ട് എനിക്ക് സ്വർഗം കിട്ടും, അവിടെ നിന്നിട്ട് ഞാൻ നല്ല സ്വർഗസുഖം അനുഭവിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കുകയാണ്. പക്ഷേ ആ സ്വർഗസുഖം അനുഭവിക്കൽ കഴിഞ്ഞാൽ ആദ്യം ഇവിടെ ഭൂമിയിൽ വന്ന് ജനിക്കണം, പിന്നെയും ഈ മരണചക്രത്തിൽ. അതാണ് നമ്മൾ സകാമമായിട്ട് എന്ത് ചെയ്താലും അതിൻ്റെ നല്ല ഫലങ്ങൾ അനുഭവിച്ച് കഴിയുമല്ലോ. കുറച്ച് കഴിഞ്ഞാൽ ആ സ്വർഗം കിട്ടും, യാഗങ്ങളും ഇതൊക്കെ ചെയ്താൽ. പക്ഷേ ആ സ്വർഗസുഖം കഴിയും. അതും ഇതല്ല, അതും അനശ്വരമല്ല. ഭഗവാനിൽ നമ്മൾ താതാത്മ്യം പ്രാപിക്കുക, അല്ലെങ്കിൽ നമ്മൾ ബ്രഹ്മം തന്നെ ആയിത്തീർന്നാലേ അത് അനശ്വരാവണുള്ളൂ. സ്വർഗത്ത് പോയി ആ സ്വർഗസുഖം അനുഭവിക്കൽ കഴിഞ്ഞാൽ തിരിച്ചു വന്ന ആദ്യം ബാക്കി കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ പിന്നെയും ജനിക്കണം. അതാണ്. അപ്പോൾ കൃതം മയാധികം പുണ്യം യജ്ഞദാനാദി നിശ്ചിതം സ്വർഗം ഗത്വാ സുഖം ഭോക്ഷ്യേ ഇതി സങ്കൽപ്പവാൻ ഭവേത്. തഥൈവാധ്യാസതസ്തത്ര ചിരം ഭുക്ത്വാ സുഖം മഹദ് ക്ഷീണപുണ്യ പതത്യർവാഗനിച്ഛൻ കർമ്മചോദിത. പുണ്യം, അതായത് പുണ്യം ക്ഷയിച്ചാലേ ആദ്യം അതാണ് പറയണത്. തഥാ ഏവ അധ്യാസത, അപ്രകാരം തന്നെ അധ്യാസം നിമിത്തം തത്ര മഹത് സുഖം, അവിടെ മഹത്തായ സുഖത്തെ ചിരം ഭുക്ത്വ, കുറേ കാലം സുഖിച്ചിട്ട് ക്ഷീണപുണ്യം, പുണ്യം ക്ഷയിക്കുമ്പോൾ അനിച്ഛനബി, നമുക്ക് ആഗ്രഹമില്ലെങ്കിൽ പോലും കർമ്മചോദിത, കർമ്മപ്രേരിതനായിട്ട് നമ്മളെ വാസനക്കാരനെ അർവാക് പദ്ധതി പിന്നെയും വീണു. എന്താ പറഞ്ഞറിയോ, ശരിക്കും നമ്മളൊന്നും ചെയ്യില്ല, പക്ഷെ ദേഹാഭിമാനം കൊണ്ട് നമ്മളാണ് എല്ലാം ചെയ്യണേ എന്ന് അഭിമാനിക്കുക. കാരണം ഈ മനുഷ്യ ശരീരം നശിച്ചു കഴിഞ്ഞാൽ നല്ല നല്ല പണികൾ ചെയ്താലും, അതെ നല്ല കർമ്മങ്ങൾ ചെയ്താലും അതായത് നമ്മൾ ദേഹാഭിമാനത്തോടു കൂടി ചെയ്യണ എല്ലാ കർമ്മങ്ങളും, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും,
അപ്പോൾ ദേഹാഭിമാനത്തോടു കൂടി പുണ്യകർമ്മം ചെയ്താൽ സ്വർഗലോകത്തിൽ ചെന്ന് കുറേ ദിവസം നല്ല സ്വർഗസുഖം അനുഭവിക്കും. എന്നിട്ട് ആ പുണ്യം ക്ഷയിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? അവിടെ സ്വർഗത്തിലിരിക്കാനുള്ള യോഗ്യത ഇല്ലാതെ വരും. കഴിഞ്ഞാൽ ചെയ്ത പുണ്യത്തിൻ്റെ ഫലം അനുഭവിച്ച് കഴിഞ്ഞാൽ അപ്പം പിന്നെയും കർമ്മപ്രേരിതനായിട്ട് അവിടെ നിന്ന് താഴത്തേക്ക് തന്നെ വരുന്നു, അതായത് ഭൂമിയിലേക്ക് തന്നെ. എന്നിട്ട് എങ്ങനെ ഈ ലോകം വിടാൻ ആഗ്രഹമില്ലെങ്കിലും കർമ്മപ്രേരിതനായിട്ട് താഴത്തേക്ക് വരേണ്ടതായി വരുന്നു എന്നാണ്, വരേണ്ടതായി തീരുകയാണ്. ഇതാണ് നമുക്ക് ഉള്ള അവശത. അപ്പം ഇതിനൊക്കെ കാരണം എന്താ വെച്ചാൽ ദേഹാഭിമാനത്തോടു കൂടി പുണ്യകർമ്മങ്ങൾ ചെയ്താൽ ശരിയാണ് സ്വർഗത്ത് പോകാൻ, നമുക്ക് സ്വർഗസുഖം അനുഭവിക്കാൻ കുറേ കാലം. ആ ചെയ്ത പുണ്യം മുഴുവനെ ക്ഷയിച്ചാൽ പിന്നെ സ്വർഗത്തിലിരിക്കാനുള്ള അർഹത ഇല്ലാതെ തീരും. അപ്പം പിന്നെ നമ്മൾ ആ സ്വർഗം വിട്ടു പോരാൻ ഒട്ടും തന്നെ ആഗ്രഹമില്ലെങ്കിലും നമുക്ക് കർമ്മപ്രേരിതമായിട്ട് സ്വർഗം വിടേണ്ടി വരുന്നു. എന്നിട്ട് പിന്നെയും നമ്മൾ കർമ്മം ചെയ്തുകൊണ്ട് പിന്നെയും പുണ്യകർമ്മങ്ങളും പാപകർമ്മങ്ങളും ചെയ്ത് സ്വർഗവും നരകവും അനുഭവിച്ച് ഈ ജനന മരണ ചക്രത്തിൽ ഇങ്ങനെ ചുറ്റിത്തിരിയണു. തഥൈവാധ്യാസതസ്തത്ര ചിരം ഭുക്ത്വാ സുഖം മഹത്. അതാണ് പുണ്യം ക്ഷയിക്കൂലോ, പുണ്യകർമ്മങ്ങളുടെ ഫലം കഴിയൂലോ കുറച്ച് കഴിഞ്ഞാൽ. ക്ഷീണപുണ്യപതത്യർവാഗനിച്ഛൻ കർമ്മചോദിത. അനിച്ഛനാണ്, അവിടുന്ന് വരാൻ മനസ്സില്ല, എങ്കിലും വരേണ്ടതായി വരുന്നു. ഇനി 3 ശ്ലോകം. പതിത്വാ മണ്ഡലേ ചേന്തോസ്തോ നീഹാര സംയുത ഭൂമൗ പതിത്വാ വ്രീഹ്യാദൗ തത്ര സ്ഥിതാ ചിരം പുനാ ഭൂത്വാ ചതുർവിധം ഭോജ്യം പുരുഷൈർഭുജ്യതേ തഥാ രേതോ ഭൂത്വാ പുനസ്തേന ഹൃതൗ സ്ത്രീയോ നിസിംചിതഃ യോനിരക്തേന സംയുക്തം ജരായുപരിവേഷ്ടിതം ദിനേനൈകേന കലലം ഭൂത്വാ രൂഢത്വമാപ്നുയാത്. എന്താ പറഞ്ഞ വെച്ചാൽ ഇന്തോഹോ മണ്ഡലെ പതിത്വ ആദ്യം ചന്ദ്രമണ്ഡലത്തിലേക്ക് പതിക്കും. തതഹ നീഹാര സംയുതം, അതിൽ നിന്ന് ജലം ആയിട്ട് ജലബിന്ദുവിൻ്റെ കൂടെ ഒരു ജലബിന്ദുവിൻ്റെ ഉള്ളിൽ ഒരു ജലബിന്ദുവായിട്ട് ആദ്യം ചന്ദ്രമണ്ഡലത്തിൽ പതിച്ചിട്ട് തതഹ നീഹാര സംയുത ഒരു ജലബിന്ദുവായിട്ട് അല്ലെങ്കിൽ ജലബിന്ദുവിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഭൂമൗ വ്രീഹ്യാദോ പതിത്വ ഭൂമിയിൽ ഈ ധാന്യങ്ങളിൽ വന്ന് ജന്മെടുക്കും. വെള്ളത്തുള്ളിയായിട്ട് ആദ്യം ഈ പുണ്യം ക്ഷയിക്കുമ്പോൾ ആദ്യം ചന്ദ്രമണ്ഡലത്തിൽ വരും. ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് വെള്ളത്തുള്ളിയായിട്ട് ഭൂമിയിൽ ധാന്യങ്ങളിൽ പതിച്ചിട്ട് തത്ര ചിരം സ്ഥിത്വ അതിൽ കുറേ കാലം ധാന്യങ്ങളുടെ ഉള്ളിൽ സ്ഥിതി ചെയ്തിട്ട് ധാന്യങ്ങൾ വലുതാവുമല്ലോ, ആ ധാന്യങ്ങൾ ചതുർവിധം ഭോജ്യം ഭൂത്വ 4 വിധം ഭക്ഷ്യപദാർത്ഥങ്ങളായി തീരും. എന്നിട്ട് തതഹ പുരുഷൈ ഭുജ്യതേ അതിനെ ആൾക്കാർ ആദ്യം ചെടിയായിട്ട് ധാന്യങ്ങളായിട്ട് ജനിച്ച് ആ ധാന്യങ്ങൾ വലുതായി ആൾക്കാർ ഭക്ഷണം കഴിക്കുമല്ലോ ചതുർവിധം ഭോജ്യമായിട്ട്. അങ്ങനെ ഭക്ഷണം കഴിച്ച പുരുഷന്മാരെ ഈ ധാന്യത്തിനെ ഭുജിക്കണു. തതഹ രേതഹ ഭൂത്വ അനന്തരം അവരുടെ രേതസ്സായിട്ട് അതായത് അവരുടെ ബീജമായിട്ട് തേന ഹൃദൗ സ്ത്രീയോനി സിംചിത എന്നിട്ട് അവരുടെ ബീജം സ്ത്രീകളിലെ അണ്ഡമായിട്ട് ചേരാനായിട്ട് പിന്നെ സ്ത്രീകളുടെ യോനിയിൽ പ്രവേശിക്കുന്നു. യോനിരക്തേന സംയുക്തം എന്നിട്ട് സ്ത്രീകളുടെ യോനിയിൽ രക്തമായി ചേർന്ന് അതായത് അതിൽ പിന്നെ ബീജവും എഗ്ഗും ഉണ്ടാവുമല്ലോ സ്ത്രീകൾക്ക്. ജരായുപരിവേഷ്ടിത ജരായുവിനാൽ ചുറ്റപ്പെട്ടതായിട്ട് ഏകേന ദിനേന ഏകദിനം കൊണ്ട് കലലം ഭൂത്വ കലലമായി ഭവിച്ചിട്ട് പതുക്കെ കുട്ടിയാവണമെന്ന്. ഗർഭത്തിൽ
വളർന്നു കുട്ടിയാവും. എങ്ങനെയാണ് ഈ പുണ്യം ക്ഷയിച്ച സ്വർഗലോകത്തു നിന്ന് പുണ്യം ക്ഷയിച്ച ഒരാത്മാവ് എങ്ങനെയാണ് പിന്നെ കർമ്മപ്രേരിതരായിട്ട് എങ്ങനെയാണ് ആദ്യ ജന്മം എടുക്കണം എന്നാണ് അതിൽ പറയുന്നത് കേട്ടോ. സ്വർഗത്തിൽ നിന്ന് എങ്ങനെയാണ് ജീവൻ ആദ്യ താഴത്തേക്ക് വരണമെന്ന് പറയുകയാണ്. സ്വർഗലോകത്തിൽ നിന്ന് ചന്ദ്രമണ്ഡലത്തിലേക്ക് വീഴും, എന്നിട്ട് പതിക്കും. എന്നിട്ട് ചന്ദ്രകിരണത്തിൽ കൂടി ഭൂമിയിലെ ജലബിന്ദുവായിട്ട് വീഴും. എന്നിട്ട് ധാന്യാദികളിലൊക്കെ കുറേ കാലം ഇരിക്കും ഈ ജീവൻ. പിന്നെയോ ഭക്ഷ്യം, ഭോജ്യം, ലേഹ്യം, ചോഷ്യം, ഇങ്ങനെ 4 വിധമാണ് ഭക്ഷ്യപദാർത്ഥങ്ങളെ. അതായത് ഇങ്ങനെ ശരിക്കും സാധാരണ ഉണ്ണണ പോലെ, പിന്നെ ലേഹ്യം പോലെ, അതായത് ഇങ്ങനെ പേസ്റ്റ് പോലെ, പിന്നെ വറുത്ത് ഇങ്ങനെ പിന്നെ ഇതായിട്ട്, അങ്ങനെ 4 തരത്തിലാണ് പറയുക. അതിൻ്റെ പേരെങ്ങനെയാണ് ഭക്ഷ്യം, ഭോജ്യം, ലേഹ്യം, ചോഷ്യം, അങ്ങനെ 4 വിധം ഭക്ഷ്യപദാർത്ഥങ്ങളിലെ ഏതെങ്കിലും ഒരു രൂപമായി തീരും ഈ ജീവൻ. അതായത് ചന്ദ്രമണ്ഡലത്തിൽ പതിച്ചിട്ട് ചന്ദ്രരശ്മികളോട് കൂടി ജലബിന്ദുവായിട്ട് ഭൂമിയിൽ വരും. ആ ജലബിന്ദുക്കൾ ധാന്യത്തിനുള്ളിൽ പതിച്ചിട്ട് കുറച്ച് കാലം ഇരുന്നിട്ട് അത് ധാന്യങ്ങളൊക്കെ വലുതാവും. ആ ധാന്യങ്ങളൊക്കെ കൊയ്ത് ഇത് ഏതെങ്കിലും തരത്തിൽ ഒന്നെങ്കിൽ സോളിഡായിട്ട്, അല്ലെങ്കിൽ സെമി ലിക്വിഡായിട്ട്, അല്ലെങ്കിൽ ലിക്വിഡായിട്ട്, അല്ലെങ്കിൽ പിന്നെ എന്താണ് കരുകരി, അങ്ങനെയാണതുകൊണ്ട്. ഏതായാലും അങ്ങനെ ഏതെങ്കിലും 4 തരത്തിലൊരു ഭക്ഷ്യയാവും അത്, ഭക്ഷിക്കണ വസ്തുവും. അതിനെ പുരുഷന്മാർ ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ബീജം ഉണ്ടാവണം. ആ ബീജത്തിനെ സ്ത്രീ പുരുഷ സംയോഗത്തിൻ്റെ സമയത്ത് ആ ബീജത്തിനെ സ്ത്രീയുടെ ഉള്ളിൽ ആക്കണം. ആ പിന്നെ സ്ത്രീയിൽ അർപ്പിക്കപ്പെട്ട ബീജം, സ്ത്രീയുടെ ഉള്ളിലുള്ള എഗ്ഗ് ഉണ്ടല്ലോ, ആ എഗ്ഗും രക്തവും മാംസമൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ ആ ബീജം പിന്നെ പുരുഷ ബീജം സ്ത്രീ ബീജമായിട്ട് സംയോഗം ഉണ്ടാവും. എന്നിട്ട് പതുക്കെ കുട്ടി പതുക്കെ ഒരു ദിവസം കൊണ്ട് ഇത്ര വലുതാവും എന്നൊക്കെ കലലം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതാണ്. പുരുഷന്മാർ അത് ഭക്ഷിച്ചിട്ട് അതിന് ശേഷം അവരുടെ രേതസ്സാവും, അതായത് ബീജമുള്ള ലിക്വിഡാവും. എന്നിട്ട് അവർ സ്ത്രീ യോനിയിൽ അത് നിക്ഷേപിക്കുമ്പോൾ സ്ത്രീ ബീജമായിട്ട് അത് ചേർന്ന് ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ ലിക്വിഡ് ഫോം ആവും. അതായത് ലിക്വിഡും അല്ല സോളിഡും അല്ല, അങ്ങനെ. അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെ കട്ടിയായി ഒരു കുട്ടിയായി വരും. കുറേശ്ശെ അത് കട്ടി മാംസക്കട്ടിയായി വന്ന് ഒരു കുട്ടിയുടെ രൂപമാവും. അങ്ങനെയാണ് സ്വർഗത്തിൽ നിന്ന് പിന്നെ അവനവന് ഇഷ്ടമില്ലെങ്കിലും കർമ്മ പ്രേരിതരായിട്ട് വരേണ്ട ഒരു ജീവൻ ഇങ്ങനെയാണ് പിന്നെ ആദ്യം മനുഷ്യനായി ജനിക്കണമെന്ന് കാണിക്കുകയാണ് കേട്ടോ. എങ്ങനെയറിയോ? ചന്ദ്രമണ്ഡലത്തിൽ വരും, ചന്ദ്രൻ്റെ പിന്നെ കിരണത്തിൽ കൂടി ഭൂമിയിലെ ജലബിന്ദുവായി വീഴും. എന്നിട്ട് ധാന്യാദികളിൽ കുറേ കാലം അത് മൂക്കണ വരേക്ക് ഇരിക്കുമല്ലോ. എന്നിട്ട് ഏതെങ്കിലും തരത്തിലുള്ളൊരു ഭക്ഷ്യം, അതായത് സോളിഡോ ലിക്വിഡോ സെമി സോളിഡോ ഏതെങ്കിലും രൂപത്തിൽ അത് പുരുഷൻ തിന്നും. ആ ഭക്ഷണത്തിൻ്റെ ശക്തി കൊണ്ട് പുരുഷൻ്റെ രേതസ്സിൽ ബീജമുള്ള ആ ലിക്വിഡ് ഉണ്ടാവും. അത് സ്ത്രീയുടെ ഋതുക്കളായിട്ടുള്ള സ്ത്രീകളുടെ യോനിയിലത് പിന്നെ നിക്ഷേപിക്കും പുരുഷൻ സ്ത്രീ പുരുഷ സംയോഗത്തിൻ്റെ സമയത്ത്. ഈ പുരുഷ ബീജം സ്ത്രീയുടെ യോനിയിൽ നിക്ഷേപിക്കുമ്പോൾ സ്ത്രീയുടെ ബീജവും ഈ പുരുഷൻ്റെ ബീജവും കൂടി ആദ്യം ഒരു സെമി സോളിഡ് ഫോമിലൊക്കെയാണ് അതുകൊണ്ട് ആദ്യം ഉണ്ടാവുക. അത് കഴിഞ്ഞ് പതുക്കെ അത് കുറച്ചും കൂടി കട്ടിയാവും, മാംസക്കട്ടിയാവും. അങ്ങനെ ഒരു മനുഷ്യരൂപം അല്ലെങ്കിൽ ഒരു ശിശുവിൻ്റെ രൂപമാവുമല്ലോ. അതാണ് ഇതിൽ പറഞ്ഞത് കേട്ടോ. പതിത്വാ മണ്ഡലേ ചേന്തോസ്തോ നീഹാര സംയുത ഭൂമൗ പതിത്വാ വ്രീഹ്യാദൗ തത്ര സ്ഥിതാ ചിരം പുനഃ ഭൂത്വാ ചതുർവിധം ഭോജ്യം, ഏതെങ്കിലും തരത്തിലുള്ള ഭക്ഷണമാവും അത് കഴിക്കും. പുരുഷൈർ ഭുജ്യതേ തഥാ രേതോ, അപ്പോൾ രേതസ് ഉണ്ടാവും, അവരുടെ ബീജം നിറഞ്ഞ ലിക്വിഡ് ഉണ്ടാവും. ഭൂത്വാ പുനസ്തേന ഹൃദൗ സ്ത്രീയോനി സംചിത, ഒരു സ്ത്രീയുടെ യോനിയിൽ അത് നിക്ഷേപിക്കും. യോനി രക്തേന സംയുക്തം, അപ്പോൾ ഈ സ്ത്രീ ബീജവും രക്തവും എല്ലാം കൂടി ചേർന്ന് സംയുക്തം ജരായുപരിവേഷ്ടിതം, ചെറിയൊരു അണ്ട് ഉണ്ടാവും.
ദിനൈനൈകേന കലലം കുറച്ചുകൂടി ഒരു വലുതാവും. അങ്ങനെ ഭൂത്വ രൂഢത്വമാപ്നുയാൽ, അങ്ങനെ ശരിക്കുള്ള കുട്ടിയാവും. കട്ടിയായിട്ട് ഉറച്ച് പിന്നെ കുട്ടിയാവുമല്ലോ. അതായത് ഇതിലിപ്പോൾ കട്ടിയായി ഉറയ്ക്കണവരെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. കട്ടിയായി ഉറയ്ക്കുകയും ചെയ്യുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ ഇതിൽ. തത് പുനഃ പഞ്ചരാത്രേണ ബുദ്ബുദാകാരതാമിയാത്. അപ്പം ആദ്യം ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ ചെറിയൊരു അണ്ടം, ഇങ്ങനെ വഴുവഴുവഴയ ഒരു സാധനം, പിന്നെ അത് കുറച്ച് കട്ടിയാവുന്നതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയതേ. തത് പുനഃ പഞ്ചരാത്രേണ ബുദ്ബുദാകാരതാമിയാത് സപ്തരാത്രേണ തദപി മാംസപേശിത്വമാപ്നുയാത്. ഇതിപ്പോൾ ഉണ്ടാവുന്ന ദിവസം തൊട്ടുള്ള വളർച്ചയൊക്കെയാണ് പറയണത് കേട്ടോ. അതായത് ആദ്യം പറഞ്ഞില്ലേ, പുരുഷബീജവും സ്ത്രീബീജവും രക്തവും കൂടിയെല്ലാം ആ ഒരു ചെറിയൊരു ദ്രവദ്രവ്യ രൂപം ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ. അതായത് സെമി സോളിഡ്. അത് പിന്നെ കട്ടിയാവുമെന്ന് പറഞ്ഞു. പിന്നെ എന്താ അറിയോ, തത് പുന പഞ്ചരാത്രേണ, അത് ഒരു ദിവസം കഴിഞ്ഞാലാണ് അങ്ങനെ കുറച്ച് കട്ടിയാവുമെന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞ് 5 രാത്രി കൊണ്ട് ബുദ്ബുദ്ധാകാരതാം ഇയാത്, ജലത്തിലെ നൊരയുടെ ആകൃതിയാവൂത്രേ. പിന്നെ അതാണ് ബുദ്ബുദാകാരതാം ആവുന്ന. 5 രാത്രി കഴിയുമ്പോഴേക്കും ജലത്തിലത്തെ നൊരയുടെ ആകൃതിയെ പ്രാപിക്കും. അതായത് ഇങ്ങനെ പൊള്ളം പോലെ. തദ് അഭി സപ്തരാത്രേണ, പിന്നെ 7 രാത്രി കൊണ്ട് മാംസപേശിതം ആപ്നുയാത്, മാംസമൊക്കെ കുറേശ്ശെ ഫോം ചെയ്യുന്നു. അപ്പോൾ കഴിഞ്ഞതിൽ കട്ടിയായി ജസ്റ്റ് ഒരു ദ്രവദ്രവ്യ രൂപമാവും. അത് പിന്നെ കുറച്ച് കട്ടിയാവും എന്ന് പറഞ്ഞു. ഇതിൽ കട്ടിയായി ഭവിച്ച ആ സാധനം ഉണ്ടല്ലോ, അത് 5 രാത്രി കൊണ്ട് വെള്ളത്തിലെ നൊര പോലെയും 7 രാത്രി കൊണ്ട് മാംസപേശിയായും തീരുന്നു എന്നാണ്. തത്പുന ഇത് ഇങ്ങനെയാണ് ഈ കപിലോപദേശത്തിലും ഇത് പറയുന്നുണ്ട് ഏകദേശം ഇതുപോലെ. തത്പുന പഞ്ചരാത്രേണ ബുദ്ബുദാകാരതാമിയാത് സപ്തരാത്രേണ തദപി മാംസപേശിത്വമാപ്നുയാത്, മാംസാവും. 24 പക്ഷമാത്രേണ 15 ദിവസം കൊണ്ട്, ഒരു പക്ഷം കൊണ്ട്, അതായത് 2 ആഴ്ച കൊണ്ട്. പക്ഷമാത്രേണ സാ പേശി രുധിരേണ പരിപ്ലുത തസ്യ ഏവാങ്കുരോത്പത്തി 25 രാത്രിഷു. പിന്നെയോ 7 രാത്രി കൊണ്ട് മാംസപേശിയാവും എന്ന് പറഞ്ഞല്ലോ. ഇനി പക്ഷമാത്രേണ 15 ദിവസം കൊണ്ട് സാ പേശി, ആ മാംസപേശി രുധിരേണ പരിപ്ലുത, രക്തത്താൽ നനഞ്ഞതായിട്ട്, പരിപ്ലുത എന്ന് പറഞ്ഞല്ലോ. രുധിരം ച രക്തമാണ്. രുധിരേണ പരിപ്ലുത വെച്ചാൽ രക്തത്താൽ നനഞ്ഞതായിട്ട്. തസ്യാഹ ഏവ, അതിൽ നിന്നു തന്നെ 25 രാത്രിഷു 25 രാത്രി കഴിയുമ്പോൾ അങ്കുരോൽപ്പത്തി, അങ്കുരത്തിൻ്റെ ഉത്ഭവം ഉണ്ടാവും. എന്താ പറയണ വെച്ചാൽ ആ മാംസപേശി 15 ദിവസം രക്തം കൊണ്ട് നനച്ചിങ്ങനെ ഇരിക്കുമ്പോൾ 25 രാത്രി കഴിയുമ്പോൾ ആ മാംസപേശി തന്നെ, എനിക്ക് വേണത് ആ മാംസപേശി ഇതാവും, എന്താ പറയുക, പ്ലാസൻ്റെ ആവും. ഇതിൽ ഡിസ്ക്രിപ്ഷൻ കാണുമ്പോഴേ ആ മാംസപേശിയിൽ നിന്ന് വിത്തിൽ നിന്നുണ്ടാകുന്ന മട്ടിൽ ഒരു മുള ഉണ്ടാവുന്നു. അതായത് ആദ്യം ആ പ്ലാസൻ്റയിൽ തന്നെയാണ് ആ ജീവൻ. ഈ പുരുഷൻ്റെ ബീജവും സ്ത്രീ ബീജവും കൂടിയിട്ടുണ്ടായിട്ടുള്ള ആ ജീവചൈതന്യം പ്ലാസൻ്റെയായി മാറിയിട്ട് പിന്നെ ആ പ്ലാസൻ്റയിൽ നിന്നൊരു വിത്ത് പോലെ മുളയ്ക്കണമെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കണം കേട്ടോ. സയൻറ്റിഫിക്കായിട്ടൊന്നും എനിക്കറിയില്ല, ഇതിൽ പറഞ്ഞത് ഞാൻ പറയുകയാണ്. അപ്പോൾ ആ മാംസപേശി 15 ദിവസം രക്തം കൊണ്ട് നനയ്ക്കപ്പെട്ട് 25 രാത്രി കഴിയുമ്പോൾ ആ മാംസപേശിയിൽ നിന്ന് തന്നെ ഒരു വിത്തിൽ നിന്നുണ്ടാകുന്ന പോലെ ഒരു മുള ഉണ്ടാവും. പക്ഷമാത്രേണ സാ പേശി രുധിരേണ പരിപ്ലുത തസ്യ ഏവാങ്കുരോത്പത്തി 25 രാത്രിഷു. 25 ഗ്രീവാശിരശ്ച സ്കന്ധശ്ച പൃഷ്ഠവംശസ്തഥോദരം പഞ്ചധാംഗാനി ചേകൈകം ജായന്തേ മാസത ക്രമാൽ. ഇനി ക്രമാൽ എങ്ങനെയാണ് വരണമെന്ന് പറയുകയാണ്. മാസത ക്രമാൽ, 1 മാസം കൊണ്ട് ക്രമത്തിൽ ഗ്രീവ കഴുത്ത്, ശിരസ്, സ്കന്ധം തോള്, പിൻഭാഗം പൃഷ്ഠവംശം മുതുകല്ല്, നമ്മുടെ നട്ടെല്ലൊക്കെ, തഥ ഉദരം
അതേപോലെ വയറ് ഏകൈകം ഓരോന്നായിട്ട് പഞ്ചതാ അംഗാനി ജായന്തേ 5 വിധത്തിലുള്ള അംഗങ്ങൾ ജനിക്കുന്നു. ഈ ആദ്യം ഒരു മുള പോലെ ഉണ്ടാവും എന്ന് പറയുമല്ലോ, ഒരു അങ്കുരം പോലെ, ഒരു മൊട്ട് പോലെ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ, അത് 1 മാസം കൊണ്ട് കഴുത്ത്, തല, തോള്, നട്ടെല്ല്, ഉദരം, അതായത് വയറ് എന്ന 5 വിധം അംഗങ്ങൾ ക്രമത്തിൽ ആ മൊട്ടുമ്പിൽ കാണാൻ തുടങ്ങും. ചെറുതാണെങ്കിലും ഈ 5 അംഗങ്ങൾ കാണാൻ സാധിക്കുന്നു 1 മാസം കഴിയുമ്പോൾ. കഴുത്ത് കാണാം, ശിരസ് കാണാം, അതായത് കഴുത്തോടു കൂടിയുള്ള ശിരസ്, പിന്നെ ഈ തോൾഭാഗം, പിന്നെ അപ്പുറത്തെ എല്ല്, വയറ്, ഇത്രയും ഉണ്ടാവും എന്നാണ് പറയണത് 1 മാസം കഴിയുമ്പോൾ. ഇനി ഗ്രീവാശിരശ്ച സ്കന്ധശ്ച പൃഷ്ഠവംശസ്തഥോദരം പഞ്ചധാംഗാനി, ഈ 5 അംഗങ്ങൾ ഏതൊക്കെ? കഴുത്ത്, ശിരസ്, തോള്, നട്ടെല്ല്, ഉദരം, അതായത് വയറ്, ഇതിങ്ങനെ 5 ഉണ്ടാവും. പഞ്ചധാംഗാനി ചേകൈകം ജായന്തേ മാസതക്രമാൽ. ഇനി 26. പാണി പാദൗ തഥാ പാർശ്വഃ കടിർജാനുസ്തഥൈവ ച മാസദ്വയാൽ പ്രജായന്തേ ക്രമേണൈവ ച നാന്യഥാ. മാസദ്വയാൽ 2 മാസം കൂടിയും കഴിയുമ്പോഴേക്കും ക്രമേണ ഏവ ക്രമത്തിൽ തന്നെ പ്രജായന്തേ ഉണ്ടാകുന്നു, അന്യഥാ ന മറ്റു വിധത്തിലല്ല. അതായത് 2 മാസം കൊണ്ട് ക്രമത്തിൽ പാണി 2 കൈകൾ, പാദം 2 കാലുകൾ, തഥാ പാർശ്വഃ അതായത് വാരിയെല്ലുകൾ, പിന്നെ കടി അതായത് നമ്മുടെ അരക്കെട്ട്, പിന്നെയോ ജാനു മൊട്ട് എന്നൊക്കെ ഉണ്ടാവും. 2 കൈ, 2 കാല്, നമ്മുടെ വാരിയെല്ല്, അരക്കെട്ട്, മൊട്ട്, ഓരോന്നായിട്ടല്ലാതെ എല്ലാം ഒന്നായിട്ടല്ല ഉണ്ടാവുക എന്നും പറയുന്നുണ്ട്. ഏകൈക എന്ന് പറയണ്ടേ അല്ലേ? ക്രമേണ ഇവച്ച് ധാന്യത, ഇതൊന്നും ഒന്നിച്ചല്ല ഉണ്ടാവണേ, ഇതൊക്കെ കുറേശ്ശായിട്ട് 2 മാസം കൊണ്ട് ഇത് മുഴുവൻ ഉണ്ടാവും. അപ്പം ആദ്യം നമ്മൾ പറഞ്ഞു കഴുത്തും തലയും തോളും നട്ടെല്ലും വയറും ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം ഇതിൽ പറഞ്ഞു 2 കൈ, 2 കാല്, വാരിയെല്ലുകൾ, അരക്കെട്ട്, മൊട്ട്. നോക്കട്ടെ സമയം, ഒന്നുകൂടിയും ചെയ്യാം. പാണി പാദൗ തഥാ പാർശ്വഃ കടിർജാനുസ്തഥൈവ ച മാസദ്വയാൽ പ്രജായന്തേ ക്രമേണൈവ ച നാന്യഥാ. അതായത് ഒന്നിച്ചല്ല എന്ന് പറയാണ്, ഒന്നിച്ചല്ല, പതുക്കെ ഓരോന്നായിട്ടുണ്ടാവും. ത്രിഭിർമാസൈ പ്രജായന്തേ അംഗാനാം സന്ധയക്രമാൽ സർവാങ്കുല്യ പ്രജയന്തേ ക്രമാൽ മാസചതുഷ്ടയേ. ത്രിഭിമാസൈ 3 മാസം കൊണ്ട് അംഗാനാം സന്ധയ അംഗങ്ങളുടെ സന്ധികൾ, അതായത് ജോയിൻസൊക്കെ, ക്രമാൽ പ്രജായന്തേ ജോയിൻസൊക്കെ ക്രമത്തിലുണ്ടാവും, കൂട്ടിച്ചേർക്കണമല്ലോ. മാംസചതുഷ്ടയെ 4-ാം മാസത്തിൽ സർവാങ്കുല്യ എല്ലാ വിരലുകളും ക്രമാൽ പ്രജായന്തേ, പിന്നെ വിരലും കൂടിയാവും 4 മാസം കഴിയുമ്പോൾ. അപ്പം 3 മാസം കൊണ്ട് എല്ലാ ജോയിൻസ് അവയവങ്ങളുടെയൊക്കെ സന്ധി എന്ന് പറയും, ജോയിൻസ് ഉണ്ടാവും. 4-ാം മാസത്തിൽ വിരലുകളൊക്കെ ഫോം ചെയ്യും. പിന്നെയോ ത്രിഭിർമാസൈ പ്രജായന്തേ അംഗാനാം സന്ധയക്രമാൽ സർവാങ്കുല്യ പ്രജയന്തേ ക്രമാൽ മാസചതുഷ്ടയേ. ഇനി നാസാകർണൗ ച നേത്രേ ച ജായന്തേ പഞ്ചമാസതാ ദന്തപങ്ക്തിർനഖാ ഗുഹ്യം പഞ്ചമേ ജായതേ തഥാ. 5-ാം മാസത്തിൽ പഞ്ചമാസം എന്ന് പറഞ്ഞില്ലേ, പഞ്ചമേ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ 5-ാം മാസത്തിൽ നാസ മൂക്ക്, കർണം അതായത് ചെവി, കണ്ണ്, നേത്രേ കണ്ണ്, പിന്നെയോ ദന്തം പല്ല്, പിന്നെ നഖം, പിന്നെ നമ്മുടെ ഗുഹ്യ ഭാഗങ്ങൾ ഒക്കെ ഉണ്ടാവും 5-ാം മാസത്തിൽ എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം. മുഴുവനെ ആയാൽ സമയം അധികവും. അപ്പം ഞാൻ 28 കൂടി വായിച്ച് നിർത്താം. അതായത് മൂക്കും ചെവിയും കണ്ണും പല്ലും നഖവും, പല്ലുള്ള തൊണ്ണൊക്കെയാണ് പറയുന്നത്, പല്ലുള്ള സ്ഥാനം എന്നാണ് പറയുന്നത്. ദന്തപങ്ക്തി എന്നാണ്, അപ്പോൾ തൊണ്ണാണ്.
അപ്പോൾ മൂക്ക്, ചെവി, കണ്ണ്, തൊണ്ണ്, പല്ല് പിന്നല്ലേ വരുള്ളൂ അല്ലേ, നഖങ്ങൾ, പിന്നെ നമ്മുടെ ഈ എക്സ്ക്രീറ്ററി ഓർഗൻസ്, ഗുഹ്യപ്രദേശങ്ങളത്തെ അതൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ് നമുക്കത് നിർത്താം. നാസാകർണൗ ച നേത്രേ ച ജായന്തേ പഞ്ചമാസത ദന്തപങ്ക്തിർനഖാഗുഹ്യം പഞ്ചമേ ജായതേ തഥാ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.